ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലെ ഒരു ബ്യൂട്ടിഫുൾ ടെമ്പിളിലേക്കാണ്. വേറെ എവിടെയല്ല, ബാംഗ്ലൂരിലെ ഇസ്കോൺ ടെമ്പിൾ. ഈ ടെമ്പിളിനെ പറ്റിയിട്ട് കുറേ പേര് കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോ ഇതുവരെ പോവാത്തവർക്കും കേൾക്കാത്തവർക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ ആക്ച്വലി ഇന്ദിരാനഗറിൽ നിന്നാണ് മെട്രോ കയറിയത്. അവിടുന്ന് മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഈ ടെമ്പിൾ ഉള്ളത്. മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഹാർട്ടിൽ ഒരു 500 മീറ്റേഴ്സേ നടക്കാനേ ഉണ്ടാവുള്ളൂ ടെമ്പിളിലേക്ക്. പക്ഷേ ഇന്ദിരാനഗർ ഡയറക്റ്റ് മെട്രോ ഇല്ല ഇവിടേക്ക്. സോ നമ്മൾ മജസ്റ്റിക് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെയും മാറി കയറണം. സോ നമ്മൾ അവിടെ എത്തി, ടെമ്പിളിൽ ചെരുപ്പൊക്കെ വെക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെരുപ്പൊക്കെ വെച്ചു, ഡയറക്റ്റ് ടെമ്പിളിലേക്ക് നടന്നു. സോ നമ്മൾ പോയതൊരു ഈവനിങ് ഒരു 5-5:30 ടൈം ആയതുകൊണ്ട് ടെമ്പിൾ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ആൻഡ് നല്ല സൺലൈറ്റും അധികം റഷ് ഒന്നും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോകുന്നത് ഒരു വീക്ക് ഡേയിലായിരുന്നു. ആൻഡ് ഇവിടെ കയറാൻ തൊഴാൻ വേണ്ടിയിട്ട് 2 വഴിയുണ്ട്. ഒന്ന് ഇതുപോലെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇവർ പറഞ്ഞു തരുന്ന നാമം നമ്മൾ ചൊല്ലി അങ്ങനെ സ്റ്റെയർ കയറിയിട്ട് അതിലൂടെ പോവാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇത്രയും നേരെ നിന്നിട്ട് ഇതിന് വയ്യാത്ത ആൾക്കാർക്ക് ഡയറക്റ്റ് ബാക്കിൽ കൂടെ വേറൊരു സ്റ്റെയർ കയറിയിട്ട് കയറാം. ഞങ്ങൾ ഇവർ ചൂസ് ചെയ്തത് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് ആ ഒരു നാമം ചൊല്ലി പോകുന്നതാണ്. കാരണം നമ്മൾ അവിടെ പോകുന്നത് നമ്മൾ റിലാക്സ് ചെയ്യാനാണ്. അപ്പോൾ അത് പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ആ നാമം നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറും. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ പുറകിലായിട്ടുള്ള മെയിൻ ഐഡൽസിൻ്റെ അടുത്തേക്ക് പോയി. മെയിൻ ആയിട്ടുള്ളത് അവിടെ ശ്രീ രാധാകൃഷ്ണ, ശ്രീ ബൽറാമ ആൻഡ് ശ്രീ നിതായ് ഗൗരണ്യ. ഇത് മൂന്നെണ്ണമാണ് ഇവരെ അതിൻ്റെ ഉള്ളിലുണ്ടായ മെയിൻ ആയിട്ടുള്ള ഐഡൽസ്. ആൻഡ് നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ അവിടെ കണ്ടിന്യൂസ് ഭജനാസ്, കീർത്തനാസ്, പിന്നെ അവരെ കുറേ ഒരു ബുക്സിൻ്റെ ഒരു സ്റ്റാളുണ്ട് ചെറിയ. അത് അവിടെ നമ്മൾ എല്ലാ ലാംഗ്വേജസിലുള്ള ബുക്സ് ഉണ്ടായി. ഈവൻ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തെലുഗു എല്ലാ ലാംഗ്വേജസിലുള്ള അവരെ ബുക്സ് ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നമ്മൾ തൊഴുതിറങ്ങി. അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ഫുൾ ലൈറ്റിങ്സും പിന്നെ കുറേ വിളക്കും കാര്യമൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങി ആൻഡ് ഒരു ഫുഡ് സെക്ഷനിലേക്ക് എത്തി. ഫുഡ് സെക്ഷനിൽ നമ്മൾ കുറേ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് ലഡു കണ്ടപ്പോൾ ക്രേവിങ്സ് അടിച്ചു. ആൻഡ് ഞങ്ങൾ ലഡു മേടിച്ച് കഴിച്ചു. ലഡുവിന് കൂടെ വേറൊരു സാധനം കഴിച്ചു. അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല, പക്ഷെ അത് ഭയങ്കര സ്വീറ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ച് നേരത്തേക്ക് ഒരു തലവേദന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ അത്രയും സ്വീറ്റായിരുന്നു അത്. അതിന് താഴത്തെ ഫ്ലോർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബുക്സും പിന്നെ ഈ ക്ലോത്ത്സ് ആൻഡ് ഈ ചെയിൻസിൻ്റെ ഒക്കെ സ്റ്റാളായിരുന്നു. അവിടെ നമ്മൾ 2 ചെയിൻസ് പർച്ചേസ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് താഴേക്ക് പോയപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു പ്ലേറ്റ് ബജ്ജി കഴിച്ചു. നമ്മൾ ആക്ച്വലി ഇവിടുന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ടെമ്പിൾ വിചാരിക്കും ജസ്റ്റ് ഒരു ടെമ്പിൾ ആണെന്ന്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് സെൻറ്റർ അതുപോലെ ഉണ്ട്. ലൈക്ക് ഇൻസൈഡ് യു ക്യാൻ സീ ബിഗ് പ്രയർ ഹോൾ, സ്പിരിച്വൽ ബുക്ക് സ്റ്റോൾ, ഗിഫ്റ്റ് ഷോപ്പ് ആൻഡ് ഓഫ് കോഴ്സ് പ്രസാദം കൗണ്ടർ. ആൻഡ് അവിടെ നമ്മൾ പ്രസാദവും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു പൂള് കണ്ടു. നല്ല രസമായിട്ട് അവർ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായി. ആൻഡ് ഈവനിങ് കൂടെ ആയതുകൊണ്ട് കാണാൻ നല്ല വൈബ് ഉണ്ടായിരുന്നു. If you are in Bangalore and haven't visited ISKCON, I seriously recommend you to go at least once. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഈവൻ സോളോ ആയിട്ട് പോയാലും യു വിൽ കം ബാക്ക് വിത്ത് എ ലൈറ്റർ ഹാർട്ട് ആൻഡ് കാമർ മൈൻഡ്. സോ ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസാദം. ഐ തിങ്ക് ഇറ്റ്സ് എ കേർഡ് റൈസ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളർ മറ്റേ ഗ്രേപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പ്രസാദം കഴിച്ച് നമ്മൾ കുറച്ച് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. So guys, that's it for today's vlog. If you like this peaceful small trip with me, don't forget to like, comment and subscribe my channel. See you in my next vlog. Until then, take care. Bye bye.